യേശു പീലാത്തോസിൻ്റെ മുമ്പിൽ കുറ്റവാളിയല്ലാതിരുന്നിട്ടും കുറ്റവാളിയെപ്പോലെ നിന്നു. ഒരു മുറിവുറുപ്പും യേശുവിൽ നിന്ന് ഉയരുന്നില്ല. രണ്ടാമത്തെ ആദമായ യേശു ആദ്യ ആദാമിൽ നിന്ന് വളരെ വ്യത്യസ്തനാകുന്നു. ആദ്യം ആദം തൻ്റെ തെറ്റ് മറയ്ക്കുവാനും തന്നെ ന്യായീകരിക്കുവാനും ശ്രമിക്കുമ്പോൾ, രണ്ടാമത്തെ ആദമായ യേശു കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെപ്പോലെ മൗനം അവലംബിച്ചു. യേശുവിൻ്റെ നിശബ്ദ സഹനം നമുക്ക് മാതൃകയാണ്. പരാതിയില്ലാതെ എല്ലാം ക്ഷമയോടെ സഹിക്കാൻ നമുക്ക് സാധിക്കണം. നന്മ ചെയ്തിട്ട് പീഡകൾ സഹിക്കേണ്ടി വന്നാൽ അത് ദൈവസന്നിധിയിൽ പ്രീതികരമാണ്. യേശു നിഷ്കളങ്കനാണെന്ന് പീലാത്തോസിന് അറിയാമായിരുന്നു. ഒരവസരത്തിൽ യേശുവിനെ നിരപരാധിയാക്കി തൻ്റെ മനസ്സിനെ തൃപ്തിപ്പെടുത്തുന്ന അയാൾ ജനങ്ങളെ തൃപ്തരാക്കുവാൻ യേശുവിനെ കുരിശുമരണത്തിന് വിധിക്കുകയാണ്. മതാത്മക ആദർശങ്ങളില്ലാത്ത ഉന്നത വ്യക്തിയുടെ അവസ്ഥ ദയനീയമാണ്. അയാൾ കാറ്റിലാടിയുലയുന്ന ഒരു യാനപാത്രത്തിന് സദൃശ്യനാണ്. അയാളുടെ ഉന്നത പദവി അയാൾക്ക് പ്രലോഭനവും കെണിയുമാകുന്നു. പാപത്തിലേക്കുള്ള വഴുക്കലുണ്ട് ഉന്നത പദവികളിൽ. തന്മൂലം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നാം കടപ്പെട്ടവരാണ്. 11-ാം മണിക്കൂറിലും മഹാപുരോഹിതർക്ക് മനസ്സ് തിരിക്കുവാൻ അവസരമുണ്ടായിരുന്നു. ബറാബാസിനെ വേണമോ അതോ യേശുവിനെ വേണമോ എന്ന് വന്നപ്പോൾ ജീവൻ്റെ നാഥനെ അവർ ഉപേക്ഷിച്ച് ഒരു കൊലയാളിയെ സ്വന്തമാക്കുന്നു. അവർ യേശുവിൻ്റെ കുരിശുമരണം ആവശ്യപ്പെട്ട് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു. ബറാബാസിനെ ആവശ്യപ്പെട്ടത് അവരുടെ അന്ധതയ്ക്കും ഭ്രാന്തിനും ഉത്തമ ഉദാഹരണമാണ്. ഇതേപോലെ നമ്മുടെ മുന്നിലും രണ്ട് സാധ്യതകളുണ്ട്: ക്രിസ്തുവും ലോകവും, നന്മയും തിന്മയും. നമ്മളെപ്പോഴും നല്ല സുഹൃത്തിന് വേണ്ടിയാണോ നിലകൊള്ളുന്നതെന്ന് ചിന്തിക്കാം. ബറാബാസിൻ്റെ രക്ഷപ്പെടലും ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുടെ ഭാഗമായിരുന്നു. ബറാബാസിന് പകരം ക്രിസ്തു ക്രൂശിക്കപ്പെടുന്നു. ദൈവനീതിയുടെ ഒരു ഉത്തമ ഉദാഹരണമാണിത്. നിത്യരക്ഷ അനുഭവിക്കേണ്ടി വന്നവന് വേണ്ടി ക്രിസ്തു സഹിക്കുന്നു. അങ്ങനെ അവൻ രക്ഷയിലേക്ക് പ്രവേശിക്കുന്നു. നാമെല്ലാം ബറാബാസിൻ്റെ സ്ഥാനത്താണ്. പാപികളായ നമുക്ക് വേണ്ടി ക്രിസ്തു സഹിക്കുന്നു. വളരെ ക്രൂരമായ പരിഹാസത്തിലും യേശു നിശബ്ദത പാലിക്കുന്നു. എല്ലാം സഹിക്കുന്ന ദൈവത്തിൻ്റെ സഹനദാസൻ. ഇവിടെയെല്ലാം യേശുവിൻ്റെ മനസ്സിലുള്ളത് പീഡാനുഭവ പ്രവചനങ്ങളിൽ അവിടെ നിന്ന് അറിയിച്ചതുപോലെയുള്ള ഒരു ഉത്ഥാനമാണ്. നമ്മുടെ ജീവിതത്തിലും യേശു മാതൃകയാവണം. ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും നിരാശരാകാതെ രക്ഷയെ മുന്നിൽ കണ്ട് പ്രത്യാശയുള്ളവരാകണം. പാപികളോടുള്ള യേശുവിൻ്റെ സവിശേഷമായ സ്നേഹം വ്യക്തമാണ്. ക്രൂരമായ പീഡകൾ ഏൽക്കേണ്ടി വരുന്ന യേശുവിൻ്റെ ജീവിതത്തിലെ സഹനങ്ങൾ നമ്മൾ അനുകമ്പയും ഭീതിയും ഉളവാക്കുന്നു. പ്രത്തോറിയം മുതൽ കുരിശുമരണം വരെയുള്ള ഈ യാത്രയിൽ യേശുവിൻ്റെ വിവിധ മുഖങ്ങൾ ഇപ്രകാരമാണ്: ഗോൽഗോഥായിലേക്ക് കുരിശുമായി നീങ്ങുന്ന, ചമ്മട്ടിയടിയേൽക്കുന്ന, മുൾമുടി ധരിപ്പിക്കപ്പെട്ട യേശു, മീറ കലർത്തിയ വീഞ്ഞു കുടിക്കാൻ നൽകപ്പെട്ട യേശു, വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ട് നഗ്നനാക്കപ്പെട്ട യേശു, 2 കവർച്ചക്കാരുടെ ഇടയിൽ കുരിശിൽ തറയ്ക്കപ്പെട്ട യേശു, കുരിശിൻ്റെ മുകളിൽ കുറ്റപത്രം എഴുതി വയ്ക്കപ്പെട്ടിരിക്കുന്ന യേശു, പുരോഹിത പ്രമുഖന്മാരാലും നിയമജ്ഞരാലും പരിഹസിക്കപ്പെട്ടിരിക്കുന്ന യേശു, സഹക്രൂശിതരാൽ പോലും പരിഹസിക്കപ്പെടുന്ന യേശു. ഏറ്റവും വലിയ ദുഷ്ടനു വേണ്ടിയുള്ള ശിക്ഷയായിരുന്നു കുരിശുമരണം. യേശു ഏറ്റെടുക്കുന്നത് വഴി പാപത്തിൽ ജനിച്ച നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുകയായിരുന്നു. നമ്മിൽ നിന്ന് പാപം നീക്കപ്പെടുന്നതിനു വേണ്ടിയായിരുന്നു ഇത്. ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. യേശുവിൻ്റെ പീഡാസഹനം വഴി നമുക്ക് നിത്യജീവനും അന്ത്യനാളിൽ മഹത്വത്തിൻ്റെ കിരീടവും ലഭിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിച്ചു. ത്യാഗമാണ് സ്നേഹത്തിൻ്റെ മാനദണ്ഡം. ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ത്യാഗിയാണ് യേശുനാഥൻ. യേശുവിൻ്റെ ത്യാഗത്തിൻ്റെ മനോഹരമായ പ്രതീകമാണ് പുലിക്കൻ പക്ഷി. ഈ പക്ഷി തൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് സ്വന്തം രക്തം കൊടുത്താണ് എന്നാണ് കവിസങ്കല്പം. മക്കളായ നമുക്ക് ജീവൻ നൽകാൻ വേണ്ടി സ്വന്തം ഹൃദയം കുത്തിത്തുറന്ന് അവസാന തുള്ളി രക്തവും വെള്ളവും പോലും നമുക്കായി നൽകിയ യഥാർത്ഥ പെലിക്കൻ പക്ഷിയാണ് യേശുനാഥൻ. സ്നേഹത്തിൻ്റെ പ്രസംഗപീഠമാണ് കുരിശ്. തൻ്റെ പുത്രനിൽ വിശ്വസിക്കുന്നവരാരും നശിച്ചു പോകാതിരിക്കാൻ ലോകത്തിനു വേണ്ടി സ്വന്തം പുത്രനെ ബലിയായി നൽകാൻ തക്കവിധം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രതീകമാണ് കുരിശ്. സ്നേഹത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അത് പ്രതിസ്നേഹം ആവശ്യപ്പെടുന്നു.
സ്നേഹിക്കുന്ന വ്യക്തിയുമായി ഒന്നായിത്തീരാൻ ആഗ്രഹിക്കുന്നു. നമ്മോട് താതാത്മ്യപ്പെടുവാൻ വേണ്ടി ദൈവം സ്വയം ശൂന്യനാക്കി മനുഷ്യരൂപം സ്വീകരിച്ചു. പരസ്നേഹത്തിലൂടെ വേണം നമ്മുടെ ദൈവസ്നേഹം മറ്റുള്ളവർക്ക് അനുഭവവേദ്യമാകാൻ. ദൈവസ്നേഹവും പരസ്നേഹവും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. ജീവിത ക്ലേശങ്ങളാൽ വീർപ്പുമുട്ടുന്ന നമ്മുടെ സഹോദരിൽ കുരിശ് വഹിക്കുന്ന യേശുവിനെ കണ്ടെത്താനാകും. അവരുടെ ദുഃഖം ദൂരീകരിക്കുന്നത് വഴി യേശുവിൻ്റെ കുരിശ് തന്നെയാണ് നാം വഹിക്കുന്നത്. ക്രൂശിതൻ്റെ മുമ്പിൽ തികഞ്ഞ പാപബോധത്തോടെ പാപങ്ങൾ ഏറ്റുപറയണം. യേശു വളരെ പരുഷമായി അപലപിക്കുന്ന തിന്മയാണ് പാപബോധമില്ലായ്മ. സഹനം മഹത്വത്തിലേക്കുള്ള പാതയാണ്, ജീവിതത്തിലേക്കുള്ള കവാടമാണ്. ജീവിതത്തിലേക്ക് നയിക്കുന്ന വഴി ഇടുങ്ങിയതും കല്ലും മുള്ളും നിറഞ്ഞതുമാണ്. കുരിശില്ലാതെ കിരീടമില്ല, കുരിശില്ലാതെ രക്ഷയില്ല, രക്ഷകനുമില്ല. കഷ്ടാരിഷ്ടതകളുടെ ദുഃഖവെള്ളിയിൽ കൂടിയല്ലാതെ മഹത്വത്തിൻ്റെ ഉയർപ്പ് ഞായറിൽ പ്രവേശിക്കാനാവില്ല. ക്രിസ്തുവിനെ കൂടാതെ സഹിക്കുമ്പോൾ സഹനം വളരെ ഭാരമുള്ളതായി തോന്നും. ക്രിസ്തുവിനോടൊപ്പം സഹിക്കുമ്പോൾ അത് ആസ്വാദ്യമാകും.